AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ഈ വരുന്ന 21-22 തീയതികളിൽ നടക്കുകയാണ്. 18 വേദികളിലായി 3000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറിൽ 46 ചർച്ചാ സമ്മേളനങ്ങൾ നടക്കും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾക്ക് പുറമെ 4 സിമ്പോസിയങ്ങളും ഉണ്ടാകും. AKG ഹാൾ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ ഹാളുകൾ, അസംബ്ലിക്കാർ ഹാൾ, യൂണിവേഴ്സിറ്റി കോളേജിലെ വിവിധ ഹാളുകൾ എന്നിവിടങ്ങളിലാണ് പരിപാടി നടക്കുക. ഈ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘാടക സമിതി വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് ഞാനിവിടെ ആമുഖമായി കാര്യങ്ങൾ പറഞ്ഞത്. വി ജോയിയും സംഘാടക സമിതിയുടെ ഭാരവാഹിയാണ്. ഡോക്ടർ തോമസ് ഐസക്കാണ് ഈ 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ അക്കാഡമിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്കിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇരുപത്തൊന്ന് 22 തീയതികളിൽ 5ാമത് അന്തർദേശീയ കേരള പഠന കോൺഗ്രസ് നടക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വികസന സംവാദമാണിത്. പഠന കോൺഗ്രസിന് മുമ്പ് തന്നെ നടന്ന അനുബന്ധ സെമിനാറുകളിൽ 10,000-ലേറെ പേർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന പഠന കോൺഗ്രസിൽ 4 വാല്യങ്ങളായിട്ടുള്ള ഒരു രേഖ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് 46 സമ്മേളനങ്ങളിലാണ് ചർച്ച ചെയ്യുക. 18 വേദികളിൽ സമാന്തരമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 21-ാം തീയതി കാലത്ത് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തില് വേളയില് CPM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ മാസ്റ്റർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ജോസ് കെ മാണി MP, CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മന്ത്രിമാർ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, പിന്നെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി പണ്ഡിതന്മാരുടെ കൂടി സാന്നിധ്യം ഉണ്ടാവും. അതിനുശേഷം 4 സിമ്പോസിയങ്ങളാണ് ഉച്ചക്ക് മുമ്പ്. സിമ്പോസിയത്തിന് ശേഷം പിന്നെ സമ്മേളനം മുഴുവൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അവിടെ അന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ ദൈർഘ്യമുള്ള 2 സെഷൻസ് ഉണ്ടാവും. 18 വീതം, 36. 2ാം ദിവസം കാലത്ത് വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൽ 18 സമ്മേളനങ്ങൾ നടക്കും. അതിനുശേഷം AKG സെന്ററിൽ വെച്ച് ക്രോഡീകരണമാണ്. ഉച്ചയ്ക്ക് ശേഷം സമാപന സമ്മേളനം. സമാപന പ്രസംഗം നടത്തുന്നത് MA ബേബി, CPM സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയാണ്. ഇവിടെ വരുന്ന നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഭാവി വികസന ഒരു അജണ്ടയായിട്ട് രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നടന്ന വികസന മുന്നേറ്റം കണ്ണുള്ള ഒരാൾക്കും കാണാം. അവതർക്കിതമാണെന്ന് വിമർശനമുണ്ട്, ഇനിയും വേണമെന്നൊക്കെ പറയാം. ക്ഷേമാനുകൂല്യങ്ങളിലെ വർധന തന്നെ ഏറ്റവും വലുത്. 600-ൽ നിന്ന് 2000 എത്തിയിരിക്കുകയാണ്. ഇതുപോലെയാണ് മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം.
ഇതേ സമയം ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ നിക്ഷേപമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി നേരിട്ട് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ, കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി NH-66 മാത്രം പോരെ, 65,000 കോടി, പിന്നെ വിഴിഞ്ഞം പദ്ധതി, ഇങ്ങനെയുള്ളതല്ല. അതായത് പറഞ്ഞ 2 ലക്ഷം കോടി രൂപ. വരാൻ പോണ തെരഞ്ഞെടുപ്പില് ഗൗരവമായിട്ടുള്ള പ്രശ്നം ഈ വികസന മുന്നേറ്റം എങ്ങനെ നിലനിർത്തും. ഇത് സംബന്ധിച്ചൊരു ചർച്ച നടത്തണ്ടേ? ഞങ്ങൾ മുൻകൈ എടുത്തിട്ട് വളരെ കൃത്യമായൊരു വികസന അജണ്ട കേരളത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. 2014 തെരഞ്ഞെടുപ്പിന് മുന്നും ഇത് ചെയ്തിരുന്നു, 2006 തെരഞ്ഞെടുപ്പിന് മുന്നും ഇത് ചെയ്തിരുന്നു. ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വികസന അജണ്ട മുന്നോട്ട് വയ്ക്കുക. എന്താ BJPയുടെ വികസന അജണ്ട? വികസിത കേരളം എന്ന് പറയുന്നുണ്ട്. എന്തോന്നാ അതുകൊണ്ട് അർത്ഥമാക്കണേ? എവിടെയെങ്കിലും ഒരു രേഖ കാണിച്ചു തരാൻ പറ്റുമോ? വികസിത കേരളം സൈറ്റ് അടക്കം പോയി നോക്കിക്കോ നിങ്ങൾ. ഈ വാചകടിക്കപ്പുറം എന്താണ് കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നും വല്ല ധാരണയുണ്ടോ? പ്രധാനമന്ത്രി വരുമ്പോ അദ്ദേഹം എന്നെ രൂപരേഖ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. എവിടെ രൂപരേഖ? UDF കിഫ്ബിക്കെതിരാണ്. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണമൊന്നുമില്ല, ഖജനാവ് കാലിയാണ്, പൂച്ച വെച്ച് കിടക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാ അവര് പറയണ്ടേ എങ്ങനെ ഞങ്ങളിത് കൊണ്ടുപോകാൻ പോണെന്ന്? കിഫ്ബി വേണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഖജനാവ് ഇങ്ങനെ കാലിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ക്ഷേമപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം? എന്താ നിങ്ങളുടെ വികസന അജണ്ട? ഇതാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വികസന സംവാദം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ വിശദമായിട്ടുള്ള അജണ്ട. അത് ആരെങ്കിലും ഒരാൾ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല കേട്ടോ. 10,000-കണക്കിന് പണ്ഡിതന്മാര്, കേരളത്തിലെ 25,000 പണ്ഡിതന്മാർക്ക് മുഖ്യമന്ത്രി നിങ്ങളുടെ വിശദീകരണം, നിങ്ങളുടെ വികസന നിർദ്ദേശങ്ങൾ തരൂ എന്ന് പറഞ്ഞ് കത്ത് കഴിഞ്ഞ ആഴ്ച അയച്ചു. ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതെല്ലാം കൂടി കൂട്ടി സമാഹരിച്ച് അച്ചടിക്കുന്നുണ്ട്. ഇത്രയും പേര് അഭിപ്രായങ്ങൾ ഞങ്ങൾ ആരായാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസന രേഖ തയ്യാറാക്കുന്നത്. ഇതാണ് ഈ പഠന കോൺഗ്രസിന്റെ പ്രാധാന്യം. ഇതിന്റെ വലിയ ഒരു ചുമതലയാണ് എന്റെ സംഘാടനം എന്ന് പറയുന്നത്. കാരണം 3000 പേരുണ്ട്, ഇവിടെ താമസ സൗകര്യമുണ്ട്. ഇത്രയും വലിയ രേഖ അച്ചടിച്ച് തയ്യാറാവണം. ഇതിനാകെ ചൊക്കാൻ പിടിക്കുന്നത് സംഘാടക സമിതി പ്രസിഡന്റ് വി ശിവൻകുട്ടി, സെക്രട്ടറി ജോയ് MLA എന്നിവരാണ്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലുള്ളൊരു സമിതി ഫലപ്രദമായി പ്രവർത്തിച്ച് ഇന്നിപ്പോ സമ്മേളനത്തിന്റെ പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനം. നമുക്ക് പല ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മിനിസ്റ്ററും ജോയിയും മറുപടി പറയും. ഐസഖാണ് മറുപടി പറയുന്നത്. അങ്ങാണ് മറുപടി പറയേണ്ടത്. ആയിക്കോട്ടെ, നമ്മൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സർക്കാരും വരുമല്ലോ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് CPM നേതാക്കളെ വിളിച്ചിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പലതും പഠിക്കുന്നു. അന്തർദേശീയമായിട്ടും വരുന്നുണ്ട്. ഇവര് ഫിസിക്കലായിട്ട് വരുന്നില്ല. നമുക്കതിന്റെ ചെലവ് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഓൺലൈനായിട്ടാണ് പങ്കെടുക്കുക. ഒരു സിമ്പോസിയം 1-ാം ദിവസം കാലത്ത് തുടങ്ങുന്നത്, ഉച്ച കഴിഞ്ഞും തുടരും. അത് കേരളത്തിന്റെ വികസന പരീക്ഷണത്തിന്റെ അന്തർദേശീയ പ്രസക്തി എന്നതിനെ കുറിച്ചാണ്.
അതില് വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലുമുള്ള ഒട്ടനവധി പണ്ഡിതന്മാര് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുള്ള കുറിപ്പിൽ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ചില പണ്ഡിതന്മാര് ഫിസിക്കലായിട്ട് വരുന്നവരുടെ പേരുമുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്, 1994 VMS നേതൃത്വത്തിലാണ് ആദ്യമായി ഈ പഠന കോൺഗ്രസ് ആരംഭിക്കുന്നത്. ഒരു 5 വർഷം മാത്രമാണ് ഇത് ഇടയ്ക്ക് മുടങ്ങിപ്പോയത്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം UDF-നായിരുന്നാലും LDF-നായിരുന്നാലും ഒരു ആത്മവിശ്വാസത്തോടു കൂടി ചർച്ച ചെയ്ത് ഏറ്റെടുക്കുവാനും കഴിയുന്ന വികസന നയങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പഠന കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. കേരളത്തിന്റെ ഒരു ഭാവി കണ്ടുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ 46 പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുക, എല്ലാ വിഭാഗം പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അത് UDF-നും അതുപോലെ തന്നെ LDF ആയിരുന്നാലും മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നാലും ആർക്കും തന്നെ ഇത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി കഴിയുന്ന ജനങ്ങളുടെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതനിരുന്ന് ഏതെങ്കിലും ഒരു മുറിയിലിരുന്ന് കുറിച്ചെടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഒരു വികസന പ്രക്രിയയാണ്. ഇപ്പോൾ ഓൺലൈനിൽ മാത്രമേ ഈ പ്രാവശ്യം ഇത് നടത്തുകയുള്ളൂ. പക്ഷെ അത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം പ്രതിപക്ഷത്തിന് വലിയ അസ്വസ്ഥതയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. കാരണം പുറത്തിറങ്ങിയാൽ LDF ഗവൺമെന്റ് തയ്യാറാക്കിയ റോഡാണ്. ആ റോഡിൽ കൂടെ എങ്ങനെ പോവും? ഒരു പ്രശ്നമാണ്. പുറത്തിറങ്ങി നോക്കിയാൽ KSRTC ബസ് പോവുകയാണ്. അതിൽ സ്വാഭാവികമായിട്ട് ഏത് ഗവൺമെന്റും ചെയ്യുന്ന ഒരു കാര്യമാണ് PRDയുടെ പരസ്യം കൊടുക്കുക, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പരസ്യം കൊടുക്കുക എന്നുള്ളത്. PRDയുടെ പരസ്യം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം പിന്നെ ആകെ ഞെട്ടി വല്ലാതെ വിഷമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവന നടത്തിയിലേക്ക്. അദ്ദേഹത്തിന്റെ നേതാക്കന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അവസരത്തിലും കേരള സംസ്ഥാനത്ത് തന്നെ അദ്ദേഹത്തിന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിലും PRD ഗവൺമെന്റിന്റെ പരസ്യം കൊടുത്തിട്ടില്ലേ? ഈ ഇടക്കാലത്തായിട്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ രമേശ് ചെന്നിത്തല വിളിച്ചു പറയുന്നുണ്ട്. അതാണ് പാഠപുസ്തകം തുഗ്ലക് ഭരണപരിഷ്കാരമാണെന്ന് വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായത്. അതിനുശേഷം അദ്ദേഹം പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പോ ഗവൺമെന്റിനെതിരായി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമില്ലെന്നുള്ള വിവരം അവർ തന്നെ ചുമതലപ്പെടുത്തിയ ചില ഈ രംഗത്തെ വിദ്വാൻമാർ, PR ഏജൻസികൾ അവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തുടങ്ങിയപ്പോഴെന്താ ശബരിമലയുടെ കാര്യമെല്ലാം പറഞ്ഞു. ഇപ്പോൾ ശബരിമല തിരിച്ച് നിൽക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു. ഇപ്പോ ഈ മണ്ഡലങ്ങൾ വിലയിരുത്തിയപ്പോൾ കഴിഞ്ഞപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച എല്ലാ മണ്ഡലങ്ങളും ജയിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ മണ്ഡലങ്ങൾ കൂടി ജയിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് അവർ ചുമതലപ്പെടുത്തിയ ചില കേന്ദ്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സാമാന്യ ബോധമുള്ളവർക്ക് ഈ വികസന പ്രവർത്തനമെല്ലാം കണ്ടാൽ അങ്ങനെ തന്നെ വരുമെന്ന് ഊഹിക്കാൻ കഴിയുന്ന കാര്യമേ. പക്ഷെ കോടിക്കണക്കിന് രൂപ മുടക്കിയാണല്ലോ ഈ സർവേയും മറ്റു കാര്യങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സർവേ വന്നതിന് ശേഷം കുറച്ച് പുറകോട്ടാണ്. ചില മാനസിക ഒരു നിരാശ പൊതുവിൽ കാണുന്നുണ്ട്. ആ നിരാശയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം വന്ന് അവരെ ഞങ്ങൾ ഈ വികസന കേരള പഠന കോൺഗ്രസിന് അവരെയും ക്ഷണിക്കുകയാണ്. അവരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് ഉള്ളത്. അവരുടെ വികസന കാഴ്ചപ്പാടും ഇവിടെ അവതരിപ്പിക്കട്ടെ. അല്ല, അത് ഒരു വിശദമായിട്ടുള്ള അഭിപ്രായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമയം നൽകിയിട്ടുണ്ടല്ലോ. ആ അവസരത്തിൽ ആലോചിച്ചത് ചെയ്യും. സ്വാഭാവികമായി കേരള സ്റ്റോറിയുടെ അജണ്ടയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത്
ബീഫ് കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു സ്ത്രീയെ നിർബന്ധ മതപരിവർത്തനം നടത്തി പുറത്തോട്ട് കൊണ്ടുപോവുകയും തല്ലി ബീഫ് കഴിക്കുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉള്ളൊരു ട്രെയിലറായിട്ടാണ് അത് കാണുന്നത്. അത് പാർട്ടിയുടെ ശ്രദ്ധയിൽ നിലപ്പെട്ടിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് പോകുന്നുണ്ടോ? കേട്ടോ, കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം വന്നിട്ടുണ്ട്. അതിൽ ബീഫ് നിർബന്ധമായിട്ട് ഒരു സ്ത്രീയെ പിന്നെ കഴിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പറയാം. കേരളത്തിനെതിരായിട്ട് വലിയ ദുഷ്പ്രചരണമാണ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുന്നില്ലെന്ന് ഈ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു വർഗീയ സംഘർഷം ഒരിക്കൽ പോലും ഉണ്ടാതിരുന്ന ഒരു സംസ്ഥാനം കേരളമല്ലേ. എത്രയോ നൂറ്റാണ്ടായിട്ട് ഇവിടെ വിവിധ മതസ്ഥര് ഒരുമിച്ച് ജീവിച്ചു പോകുന്നു. അതിൻ്റെ ഒരു പാരമ്പര്യമല്ലേ. അങ്ങനെ പാടില്ല, ധ്രുവീകരണം വേണം, വേറിട്ട് നിൽക്കണം എന്ന് പറയുന്ന ചിന്താഗതിക്കാർക്ക് കേരളത്തിൽ എന്ത് പ്രാതിനിധ്യം ഉള്ളത്? അവർക്ക് മുഖ്യധാരയാവാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് ഇതുപോലുള്ള കഥകളൊക്കെ ഇറക്കിയതൊക്കെ എന്തോ ഇവിടെ യേശു എന്നാണ് അവരുടെ ചിന്ത. വടക്കേന്ത്യയിൽ ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതെല്ലാം കണ്ട് രസിച്ചും ഒക്കെ ഇരിക്കും. ഈ കേരളത്തിൽ ആരെങ്കിലും ഇത് കേൾക്കും? സംഘടന ഈ കേരള സ്റ്റോറിയുടെ 2ാം ഭാഗമല്ലേ ഇറങ്ങിയെന്ന് പറഞ്ഞത്. കേരള സ്റ്റോറിയുടെ 2ാം ഭാഗത്തിൽ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ചില ഭാഗങ്ങളാണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അങ്ങനെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടും എന്ന ഒരു സന്ദേശം കൊടുക്കുന്ന നിലയൊന്നും വന്നാൽ അതൊന്നും കണ്ട് ന്യൂനപക്ഷങ്ങൾ വരണ്ടു പോകുന്നില്ല. ആ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് വില കൊടുത്തും കേരളത്തിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനറൽ കൺവീനറോട് പറയാം എന്തെങ്കിലും ഒരു ഭാഗം. എന്നാ പിന്നെ നമുക്ക് പ്രസ് ക്ലബിൽ പോണ്ടേ? അല്ലേ PRD പോണ്ടേ? വരുന്നില്ലേ 12 മണിക്ക്? നീ ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുക, ഒന്ന് ചോദിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.